തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയെ പെട്ടെന്നൊരു ദിവസം പിടിച്ച് കെട്ടിയിട്ട് വളർത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് അടങ്ങി നിൽക്കുമോ? ഇല്ലല്ലോ. ബഹളം വയ്ക്കുകയും പരാക്രമങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. അതുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി മെഡിറ്റേഷനൊക്കെ പരിശീലിച്ച് തുടങ്ങുന്ന ആൾ കുറച്ചു കാലത്തേക്ക് തുടക്കത്തിൽ കുറച്ചൊക്കെ അസ്വസ്ഥമായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ആദ്യം തന്നെ നിങ്ങൾ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിക്കരുത്. മനസ്സിനെ പിടിച്ച് കെട്ടിയിടാൻ പോവുകയാണ്, അതിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ പോവുകയാണെന്ന് അതിന് തോന്നാനേ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിനെ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിക്കരുത്, അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകാനേ ശ്രമിക്കാവൂ എന്ന്. അത്തരത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയെ പിടിച്ച് കെട്ടി മെരുക്കാനുള്ള ചില സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, ആദ്യം അതിൻ്റെ കഴുത്തിൽ മെല്ലെ ചങ്ങലയിടുക. പക്ഷേ ആ ചങ്ങല എവിടെയും ബന്ധിച്ചിടരുത്, കെട്ടിയിടരുത്. പകരം ആ ചങ്ങലയുടെ ഒരറ്റം നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അത് പോകുന്നയിടത്തേക്കൊക്കെ പോവുക. ചങ്ങലയുടെ ഒരറ്റം നമ്മളുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിന് കുറച്ച് ഫ്രീഡം കൊടുക്കുക ആദ്യം. പിന്നെ മെല്ലെ മെല്ലെ ആ ചങ്ങല നിങ്ങളുടെ കയ്യിൽ പിടിച്ച് നിങ്ങൾ പോകുന്നിടത്തേക്ക് അതിനെ കൊണ്ടുവരാൻ ശീലിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം അത് നിങ്ങളെയും വലിച്ചു കൊണ്ട് പോകുമായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ അതിന് വഴങ്ങിക്കൊടുക്കുക. പിന്നെ തന്ത്രപൂർവ്വം മെല്ലെ മെല്ലെ നിങ്ങൾ പോകുന്നിടത്തേക്ക് അതിനെ വലിച്ചു കൊണ്ട് പോവുക. അങ്ങനെ നിങ്ങൾ അതിനെ വീട്ടിലെത്തിച്ച് നിങ്ങളുടെ വീടിനെയും വീട്ടിലുള്ള ആളുകളെയും ഒക്കെ അതിനെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടത്തിച്ച് അതിനൊരു പരിചയം വരുത്തി അങ്ങനെ ശീലിപ്പിച്ച് ഒരു ദിവസം അതിനെ പിടിച്ച് കെട്ടിയിടുക. അങ്ങനെ തന്ത്രപരമായി ഘട്ടം ഘട്ടമായി പിടിച്ച് കെട്ടിയിട്ടാൽ അത് വലിയ ബഹളം വയ്ക്കില്ല എന്നുള്ളതാണ്.